ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. എവിടെ പോകണം എന്നല്ലേ, ഞങ്ങൾ കോവിലാണ് കേട്ടോ പോണത്. ഒരു ഈവനിങ് ടൈം ഞാൻ തന്നെ സ്വന്തമായി എനിക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്ത എൻ്റെ സ്വന്തം ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് കേട്ടോ ഞാൻ പോണത്. എപ്പോഴത്തെയും പോലെയും മോയ്സ്ചറൈസിങ് ക്രീമാണ് ഫസ്റ്റ് യൂസ് ചെയ്തത്. സെക്കൻഡ് ലിപ് ബാം. ഈവനിങ് ടൈം ആയതുകൊണ്ട് സൺസ്ക്രീം സ്കിപ്പ്. ചന്ദ്രൻ ചേട്ടൻ രാത്രി വലിയ സീനില്ല, സൂര്യനെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊച്ചിൻ്റെ പൗഡർ പഫ് ഉണ്ടല്ലോ, അതെടുത്ത് ഇതുപോലെ പൗഡർ ഒപ്പി കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് എൻ്റെ എലികരണ്ട പിരികത്തിൽ അങ്ങറ്റോ ഇങ്ങറ്റോ ഫില്ലാക്കുക. ഓക്കെ, അതിൻ്റെ ബാക്കിലത്തെ ബ്രഷ് വെച്ച് തന്നെ വരയ്ക്കുക. കൂടിപ്പോയോ? ചെറുതായിട്ട് ഇത്തിരി ബ്ലാക്കായി കുഴപ്പമില്ല, രാത്രി ആര് കണ്ടാലും കുഴപ്പമില്ല. ചെറുതാക്കണോ മായ്ക്കണോ എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കണത്. പ്രശ്നമില്ല, ഈ സംഭവങ്ങളെല്ലാം എഡിറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ മനസ്സിലാവണത്. വീഡിയോ എടുക്കുമ്പോൾ അങ്ങ് പോകും, ഓണാക്കി അങ്ങ് ഇട്ടിരിക്കുകയല്ലേ, വേണ്ടാത്തതങ്ങ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ള മൈൻഡിൽ അങ്ങ് വീഡിയോ എടുത്തങ്ങ് ഇടും. ഇത് വാരി പൂശണത് മറ്റേ ഐഷാഡോ ആണ്. അത് എന്തൊരു ഐഷാഡോ എന്ന് ചോദിച്ചാൽ ഇത്തിരി ഒരുമാതിരി ലൈറ്റായിട്ടുള്ള പൗഡറായിട്ടുള്ള ഉണ്ടല്ലോ, ക്രീമായിട്ടുള്ളതൊക്കെ ഉണ്ട്. അതൊക്കെ കത്തി റേറ്റാണ്. എനിക്കൊരു ദിവസം വാങ്ങിക്കണം, ഞാൻ ഒരു അംബാനീനെ കണക്കായിട്ട് വാങ്ങിക്കണം. ഒരു ഐഷാഡോ ഇട്ടിട്ട് പോരാഞ്ഞിട്ട് ഒന്നും കൂടി എടുത്തിട്ട് കേട്ടാ, ഒന്നിനൊരു കുറവാക്കണ്ട. ഇതുപോലെ നൈസിനെ കണ്ണ് വരച്ച് കൊടുക്കണം. ഇത് എൻ്റെ ലിപ്സ്റ്റിക്ക് അല്ല, ലിപ് ബാം തുടച്ചത് ലിപ്സ്റ്റിക്ക് ഇടാനാണെങ്കിലും ഞാൻ ചെയ്തത് ഐലൈനർ വരയ്ക്കാണ് കേട്ടോ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്ക് ഇടാമല്ലോ. ഇതാണ് എൻ്റെ ഒരു ഹെവി കളർ, എൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കളറുള്ള എൻ്റെ സ്വന്തം ലിപ്സ്റ്റിക്കാണ് ഇത്. ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊക്കെ വീഡിയോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ചുവന്നിരിക്കും ഇതിടുമ്പോൾ. ബ്ലാക്ക് ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിരിക്കും, കാരണം ഞാൻ ഇതിൻ്റെ കൂടെ ബ്ലാക്ക് ഷോൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ കൊഴിഞ്ഞു പോകുന്ന മസ്കാര. ഈ മസ്കാര ദയവ് ചെയ്ത് ആരും വാങ്ങിക്കരുത് കേട്ടോ. വാങ്ങിച്ചാൽ തീരാൻ ഭയങ്കര പാടാണ്, എപ്പോഴും ഉപയോഗിക്കണില്ലല്ലോ. ഉപയോഗിച്ചാൽ 1-2 കൺപീലി കൊഴിഞ്ഞും പോവും. ഉപയോഗിക്കാതിരിക്കാനും പറ്റൂല, സൂപ്പർ സാധനമാണ്. അത് കഴിഞ്ഞ് പൊട്ട് വയ്ക്കുക. ഒരു വെള്ളക്കല്ലുള്ള പൊട്ട് വയ്ക്കുക. എനിക്ക് വെള്ളക്കല്ല് പൊട്ടിൽ ആരോ കൈവശം തന്നു. ബ്ലാക്ക് വെച്ചാലും ഒരു വെള്ളക്കല്ല് അടിയിൽ കാണും. എനിക്ക് വെള്ളക്കല്ല് ഗോൾഡൻ കളറൊക്കെ ഭ്രാന്താണ്. 2 പൊട്ട്, മൂക്കിൻ്റെ അവിടെ 1, നെറ്റിയിലൊന്ന്. അതാണ് ആ പുഞ്ചിരി. അത് കഴിഞ്ഞ് ഒരു തുള്ളലൊക്കെ ആവാമല്ലോ എന്ന് വിചാരിച്ചപ്പോഴത്തേക്കാണ് കുങ്കുമം ഇട്ടില്ലല്ലോ എന്ന് ആലോചിച്ചത്. നേരെ കുങ്കുമം എടുത്തു, ഒരു തീർന്ന ലിപ്സ്റ്റിക്ക് ഉരുക്കി കുങ്കുമ പെട്ടിയുടെ മണ്ടയിലൊഴിച്ചു. അതാണ് ആദ്യം എടുത്ത് തേച്ചത് ഇട്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കറക്റ്റ് കുങ്കുമം എടുത്ത് അതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് അവിടെ ഫിറ്റായിട്ട് ഇരുന്നോളും. കോൺക്രീറ്റ് ചെയ്യൂലേ, ബേസ്മെൻറ്റൊക്കെ കൊടുത്തിട്ട് പിന്നെ കോൺക്രീറ്റ് ചെയ്യില്ലേ, അതാണ് സംഭവം ഉദ്ദേശിച്ചത്. നെക്സ്റ്റ് ഓരോന്നും ഇട്ടിട്ട് കഴിയുമ്പോഴാണ് എന്തോന്ന് ഇട്ടെന്ന് അടുത്ത് ചിന്തിക്കുമ്പോഴും കണ്ണാടിയിൽ നോക്കുമ്പോഴാണ് കേട്ടോ കിട്ടണത്. അങ്ങനെയാണ് ഈ കുഴച്ചുകൊണ്ടിരിക്കണത് കേട്ടോ. സിമൻറ്റ് കുഴയ്ക്കും പോലെ കുഴച്ചുകൊണ്ടിരിക്കണത്. കോൺക്രീറ്റ് അല്ല, എന്തോന്ന് ഇതിൻ്റെ പേര് അതാണ് ഞാൻ ആലോചിക്കണത് കേട്ടോ. ഹൈലൈറ്റർ, സ്ട്രോപ്പ് ക്രീം എന്ന് വേണമെങ്കിൽ പറയാം. ചിരിച്ചത് നിങ്ങൾ നോക്കി ചിരിച്ചതല്ല, അത് അങ്ങനെ കറക്റ്റ് ചിരിക്കണ ഭാഗത്ത് ഇടാൻ വേണ്ടി ചിരിച്ചതാണ്. അത് കഴിഞ്ഞ് തലമുടിയൊക്കെ പിരുത്തിട്ടതിന് ശേഷം നമുക്ക് ചേർന്ന ഒരു കമ്മലെടുക്കണം. തലമുടിയൊക്കെ പിരുത്തിട്ട കമ്മലിട്ട് എങ്ങനെ ഇരിക്കും, ആ ലുക്കാണ് നമുക്ക് ആവശ്യം. അപ്പോൾ തലമുടിയൊക്കെ പിരുത്തിട്ടിട്ട് വേണം ഇയറിങ്സ് സെലക്ട് ചെയ്യാൻ. എന്തായാലും ഞാൻ ഈ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. വലുതായാലും ചെറുതായാലും രാത്രി എന്തിട്ടാലും ആരും കാണില്ല, അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഏതെങ്കിലുമൊക്കെ മതി. ഇനി കുറച്ച് ഡാൻസൊക്കെ ആവും. തലമുടി പറന്ന് കിടക്കണുണ്ടല്ലോ, ഷാമ്പൂ ഒക്കെ ഇട്ടാൽ ഇങ്ങനെ ഇരിക്കും. ഇതുപോലെ വിചാരിക്കും പോലെയൊക്കെ വരും. അപ്പോൾ ഇതുപോലെ ഒന്ന് തലയെ കാട്ടി ബൊമ്മ പോലെയൊക്കെ നിന്ന് ആടിയൊക്കെ ഒന്ന് തുള്ളാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി നമുക്ക് തുള്ളിക്കൊണ്ടുന്ന സമയം പോവും. ചേട്ടൻ തലയിലിട്ട് അടി തരണതിന് മുമ്പ് പെട്ടെന്ന് ഇറങ്ങാം. ഷോ തീർന്നില്ല കണ്ടോ. അടുത്തത് ഇങ്ങനെ തലമുടി ഇട്ടുകൊണ്ട് പോയാലോ എന്ന് വിചാരിച്ചു. ഷോൾ ഇടയില്ലേ, അപ്പോഴും തലമുടി ആര് ഒതുക്കും, ആര് ഷോള് പിടിക്കും, എല്ലാം ഞാൻ തന്നെ ചെയ്യണ്ടേ.
ഒരു ചെറിയൊരു ക്ലിപ്പെടുത്ത് തലയിൽ വയ്ക്കുക എന്ന് വിചാരിച്ച് ക്ലിപ്പിന് വരെ എൻ്റെ സ്വഭാവം മനസ്സിലായി ഓടിപ്പോയി. വിടില്ല ഞാൻ. കണ്ടോ, അതെടുത്ത് നേരെ തലയിൽ വെച്ച് ഈ ക്ലിപ്പ് കൊള്ളാം കേട്ടോ, ഞാൻ വെട്ടുകാട് പള്ളിയിൽ പോയപ്പോഴത്തേ വാങ്ങിച്ചതാണ്. നല്ല അടിപൊളി സാധനം. വച്ചപ്പോൾ അതുകൊണ്ട് ചരിഞ്ഞിരിക്കണം. കുഴപ്പമില്ല, കോണി ഇരുന്നാൽ കുണത്തിന് നല്ലതാണെന്നല്ലേ പണ്ടുള്ളവർ പറയണത്. അതുകൊണ്ട് അങ്ങനെ ഇരുന്നാൽ മതി. അങ്ങനെ അതും വെച്ചിട്ട് അടുത്ത് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയണത് ഷോൾ ഇടുക എന്നൊരു ടാസ്ക്കാണ്. ടാസ്ക് എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ്. ആ ടാസ്കിൽ പണിയിട്ടുകയും ചെയ്തു. ഒന്ന് കയറിയും ഒന്ന് ഇറങ്ങി ഇരിക്കണം കേട്ടോ. സ്റ്റെപ്പ് കയറി ഇറങ്ങും പോലെ ഉണ്ട് ഷോളിട്ടത്. തലമുടി എന്തായാലും സെറ്റായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോകെ കാറ്റടിച്ച് കുറേ കൂടി ഉണങ്ങിക്കോളും. ഷോൾ ഇങ്ങനെ പിടിക്കുക, ഓരോന്നായിട്ട് മടക്കി മടക്കി വെളിയിലോട്ടിടുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ സംഭവം. ഇങ്ങനെ എടുക്കുമ്പോഴേ തന്നെ ഒരെണ്ണം കയറി ഇറങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടാക്കി കറക്റ്റാക്കുക. എടുത്ത് കുത്തുക. ഓക്കെ, അടുത്ത ഷോള് കുത്തുമ്പോഴത്തേക്കാണ് പിന്നെ ഇറക്കം കുറയണത്. ഇടത്തെ സൈഡിൽ അല്ല, വലത്തെ സൈഡിൽ ഇറക്കം കൂടുതലും ഇടത്തെ സൈഡിൽ ഇറക്കം കുറവും. ഇതിപ്പോൾ എൻ്റെ ക്യാമറ ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് എടുക്കണത് കൊണ്ടാണ് വലതും ഇടതും ഇങ്ങനെ തിരിഞ്ഞിരിക്കണത് കേട്ടോ. ഞാൻ ഇപ്പോൾ ഈ കുത്തണത് ഇടത് സൈഡാണ് കേട്ടോ, പിന്നി കുത്തണത്. അത് കഴിഞ്ഞ് വലത്തെ സൈഡിലാണ് കുത്തണത്. എന്നാൽ ഈ മന്ദബുദ്ധിയായ ഞാൻ ഈ വലത്തെ സൈഡിൽ കുത്തണത് കുറച്ചും കൂടി ഇറക്കിയാൽ തീരാനുള്ള പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വലത്തെ സൈഡ് ഒന്ന് കയറ്റി കൊടുത്താൽ മതിയായിരുന്നു. ബുദ്ധിയില്ലല്ലോ, പിന്നീടല്ലേ വരുള്ളൂ. അപ്പോൾ ഉള്ള ബുദ്ധിയിൽ ഞാൻ ഇങ്ങനെ തന്നെ കുത്തി വയ്ക്കണുണ്ട് കേട്ടോ. ഞാൻ ഈ ഷോൾ ഒരു സൈഡ് ലെങ്ത് ഇങ്ങനെ കൂട്ടിയിടും കേട്ടോ. കൂട്ടിയെന്ന് വെച്ചാൽ ഇങ്ങനെ പിരുത്തിടും ഷോളെ. ഒരു സൈഡ് കയറ്റി മാക്സിമം സ്റ്റൈലാക്കി കുത്തിയിട്ട് മറ്റേ സൈഡ് ഇതുപോലെ ഇറക്കിയിടും. എനിക്ക് അതാണ് ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഷോൾ എനിക്കിഷ്ടമില്ല, എന്നാൽ ഷോൾ ഇടണതും ഇഷ്ടമാണ്. മനസ്സിലായ? ഒരു സൈക്കോയുടെ രോദനമാണ് നിങ്ങളീ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ഷോള് കുത്തി പിന്നെ ഞാൻ ലെവൽ ചെയ്ത് കേട്ടാ. ഇവർ ചേട്ടനും മോനെ ഇറങ്ങണ നേരം കൊണ്ട് എനിക്ക് എന്തെല്ലാം ചെയ്യാം. ഞാൻ എന്തായാലും 1 മണിക്കൂർ മുമ്പേ റെഡി ആവുമല്ലോ, വീഡിയോ ഒക്കെ എടുക്കാൻ പ്ലാൻ ഉള്ളതുകൊണ്ടേ. പിന്നെ ഈ എടുത്തുള്ളത് എൻ്റെ സ്വന്തം പൊട്ട വാച്ചാണ് കേട്ടോ. എവിടെ വേണമെങ്കിലും കൊണ്ടുപോവാം. നല്ല ലോങ് ലാസ്റ്റിക്കാണ്, വാട്ടർ പ്രൂഫാണ്, എന്തൊരു വേണമെങ്കിലും ചെയ്യാം. ഓടൂല, പക്ഷേ കറക്റ്റ് സമയം അറിയാൻ പറ്റില്ല. സമയം പൊയ്ക്കൊണ്ടിരിക്കണമെന്നാൽ കുറഞ്ഞാന്നോ ഒന്നും അറിയാൻ പറ്റില്ല. ചത്തിരിക്കുകയാണ് സാധനം. ഭയങ്കര ലുക്കാണ് കാണാൻ. ബ്ലാക്ക് ആയതുകൊണ്ട് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ഇട്ടുകൊണ്ട് പോവാം, ധൈര്യമായിട്ട് ഇട്ടുകൊണ്ട് പോവാം, ഒന്നും ചെയ്യില്ല. പിന്നെ ഇതുപോലെ 2 കൊമ്പൊക്കെ വേണമെങ്കിൽ എടുത്തിടാം കേട്ടോ. ഇനി ഒരു കറക്കം വരണുണ്ട്. ഒരുങ്ങിക്കഴിഞ്ഞാൽ ഒരു 2-3 കറക്കം കറങ്ങണം, എങ്കിലും ശരിയാവുള്ളൂ. കണ്ടോ, എല്ലാ സൈഡും ഓക്കെ അല്ലേ എന്ന് കറങ്ങി നോക്കണതാണ്. അതും ക്യാമറയിൽ കൂടി. കണ്ണാടി പോയി നിന്ന് കറങ്ങി നോക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ക്യാമറയുണ്ടല്ലോ. അങ്ങനെ കറക്കം തീർന്നില്ല. ഈ 2 സ്റ്റെപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇനിയും വരണുണ്ട്. ഇതാണ് 1.5 കറക്കം. ഈ കറക്കം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകണുണ്ട് കേട്ടോ കോവിലിൽ. വീട്ടിൻ്റെ അടുത്തുള്ളൊരു അമ്പലം തന്നെയാണ്. ഹെൽമറ്റൊക്കെ വേണമെങ്കിൽ വെക്കണം, നമ്മൾ വച്ചില്ല. വയ്ക്കണതായിരിക്കും കുറേ കൂടി നല്ലത്. ഇതാണ് കേട്ടോ ക്ഷേത്രം, ഉദയന്നൂർ ദേവീ ക്ഷേത്രം ആണ് കേട്ടോ. അപ്പോഴ് നമ്മളവിടെ എത്തി തൊഴുത് ഇറങ്ങി അവിടെ നിന്ന് വീഡിയോ എടുത്തതാണ്. നല്ല ചന്ദനം വരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റ, ബൈ ബൈ, സീ യു ഗായ്സ്.